ജെറുസലേമിൽ നടന്ന ആക്രമണത്തിന് പ്രതികാരം ഹമാസിനെതിരെ തീർക്കുമെന്ന സന്ദേശം നൽകുകയായിരുന്നു ഇസ്രായേൽ. 2 ദിവസം മുമ്പ് ജെറുസലേമിൽ നടന്ന വെടിവെപ്പിൽ 6 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ അന്വേഷണം ശക്തമാക്കിയിരുന്നു ഇസ്രായേൽ. ആക്രമണം നടത്തിയ 2 പേരും കൊല്ലപ്പെട്ടിരുന്നു. ജെറുസലേമിലെ റാമോട്ട് ജംഗ്ഷനിൽ വാഹനത്തിലെത്തിയ 2 ഭീകരർ ഒരു ബസ് സ്റ്റോപ്പിന് നേരെയും ബസിന് നേരെയും വെടിയുതിർക്കുകയായിരുന്നു. ആക്രമണത്തിൽ കൊല്ലപ്പെട്ട എല്ലാവരെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് മുംബൈയിൽ പാക് ഭീകരർ നടത്തിയ ആക്രമണത്തിന് സമാനമായിരുന്നു ഇത്. പിന്നിൽ ഹമാസ് ആയിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഖത്തറിൽ തിരിച്ചടിച്ചത്. ഇതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. അമേരിക്കയുടെ സൗഹൃദ രാഷ്ട്രമാണ് ഖത്തർ. ഇന്ത്യക്കും ഖത്തർ പ്രധാനപ്പെട്ട പങ്കാളികളാണ്. 7 ലക്ഷത്തോളം മലയാളികൾ അവിടെയുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഖത്തറിനെ ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് ഇന്ത്യക്ക് പോലും അംഗീകരിക്കാൻ കഴിയില്ല. അതിനിടെ ആക്രമണം വ്യോമഗതാഗതത്തെ ബാധിച്ചിട്ടില്ലെന്ന് ഖത്തറും UAEയും അറിയിച്ചു. ഇസ്രായേലിന്റെ ആക്രമണം ഭീരുത്വം നിറഞ്ഞതാണെന്നും ഖത്തർ ആരോപിച്ചു. ആക്രമണം US-നെ നേരത്തെ അറിയിച്ചിരുന്നു എന്നും ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇസ്രായേലിനും ഹമാസിനും ഇടയിലുള്ള മധ്യസ്ഥ ചർച്ചകൾ നടത്തുന്ന പ്രധാന രാജ്യമായിരുന്നു ഖത്തർ. ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഖത്തറിലെ ആക്രമണത്തെ അപലപിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഒരു ഗൾഫ് രാജ്യത്ത് ഇസ്രായേൽ ആക്രമണം നടത്തുന്നത്. ഫലസ്തീനുമായി നിരന്തരം സംഘർഷം തുടരുമ്പോഴും ഗൾഫ് രാജ്യങ്ങളോട് നേരിട്ട് ഏറ്റുമുട്ടലിന് ഇസ്രായേൽ തുനിഞ്ഞിരുന്നില്ല. എതിർപ്പുകൾ നിലനിൽക്കുമ്പോഴും സമാധാന ശ്രമങ്ങളുടെ ഭാഗമായി ഇസ്രായേലുമായി അനുരഞ്ജന വഴിയാണ് ഗൾഫ് രാജ്യങ്ങളും സ്വീകരിച്ചിരുന്നത്. ഈ വർഷം ഇത് 2ാം തവണയാണ് ഖത്തർ ആക്രമിക്കപ്പെടുന്നത്. ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിനിടെ കഴിഞ്ഞ ജൂൺ 23-ന് ഇറാൻ ഖത്തറിനെ ആക്രമിച്ചിരുന്നു. അന്ന് ഖത്തറിലെ അമേരിക്കൻ സൈനിക ക്യാമ്പ് ലക്ഷ്യമിട്ടായിരുന്നു ഇറാൻ ആക്രമണം. ഇത്തവണ ഖത്തറിലെ ഹമാസ് താവളമാണ് ഇസ്രായേൽ ലക്ഷ്യമാക്കിയത്. സമാധാന ശ്രമങ്ങളിൽ അടക്കം ഖത്തർ നിർണായക പങ്കാളിയായിരുന്നു. പശ്ചിമേഷ്യയിൽ സമാധാനമുണ്ടാക്കാനായിരുന്നു ഇതെല്ലാം. ഇതിനിടയിലാണ് അപ്രതീക്ഷിത ആക്രമണം. ഇറാനും ഇസ്രായേലുമാണ് പ്രധാന ശത്രുക്കൾ. എന്നിട്ട് പോലും ഖത്തറിനെതിരെ ആക്രമണം നടത്തുന്നുവെന്നത് ഏവരെയും ഞെട്ടിച്ചിട്ടുണ്ട്. കരുതലോടെയാണ് ഖത്തർ ഇപ്പോഴും പ്രതികരിക്കുന്നത്. ഖത്തറിനെ പോലൊരു രാജ്യം ഇസ്രായേൽ ഹമാസ് സമാധാന ചർച്ചകളിൽ നിന്ന് പിന്മാറുന്നത് പ്രതിസന്ധി അതിരൂക്ഷമാക്കും. ഗസയിലെ വെടിനിർത്തലിനായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച ഏറ്റവും പുതിയ നിർദ്ദേശങ്ങളെ തത്വത്തിൽ അംഗീകരിക്കുന്നുവെന്നും ചർച്ചകൾക്ക് ഒരുക്കമാണെന്നും ഹമാസ് അറിയിച്ചതിനു പിന്നാലെയാണ് ഇസ്രായേലിന്റെ ആക്രമണം. കിഴക്കൻ ജെറുസലേമിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ വെടിവെപ്പിൽ 6 ഇസ്രായേലുകാർ കൊല്ലപ്പെട്ടതിനുള്ള മറുപടിയാണ് ഖത്തറിലെ ആക്രമണമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു അറിയിക്കുകയും ചെയ്തു. ലത്തീഫിയ പെട്രോൾ സ്റ്റേഷന് സമീപത്തായുള്ള വസതിയിൽ വൈകിട്ട് 4ഓടെയായിരുന്നു ആക്രമണം. ഹമാസ് ഉന്നത നേതാവ് ഖലീൽ അൽ ഹയ്യായിരുന്നു പ്രധാന ലക്ഷ്യം. ഹമാസിന്റെ വെസ്റ്റ് ബാങ്ക് തലവൻ സഹീർ ജബാറിൻ, ഷൂറ കൗൺസിൽ അധ്യക്ഷൻ മുഹമ്മദ് ദാർവിഷ്, വിദേശകാര്യ തലവൻ ഖാലിദ് മാർഷൽ എന്നിവരും ആക്രമണം നടക്കുമ്പോൾ അൽ ഹയ്യയ്ക്കൊപ്പം വസതിയിൽ ഉണ്ടായിരുന്നു. അൽ ഹയ്യ ഉൾപ്പെടെ നേതാക്കൾ കൊല്ലപ്പെട്ടതായി അഭ്യൂഹങ്ങൾ പരന്നെങ്കിലും അദ്ദേഹം ആക്രമണത്തെ അതിജീവിച്ചതായി ഹമാസിന്റെ രാഷ്ട്രീയ ഓഫീസ് സ്ഥിരീകരിച്ചെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇത് ഇസ്രായേലിന് തിരിച്ചടിയാണ്. എന്നാൽ അൽ ഹയ്യയുടെ മകൻ ഹുമാം ഉൾപ്പെടെ 2 പേർ കൊല്ലപ്പെട്ടതായി ഹമാസ് രാഷ്ട്രീയ ഓഫീസ് അംഗം സുഹൈൽ അൽ ഹിന്ദി അൽ ജസീറയോട് പറഞ്ഞു. ഖത്തർ സുരക്ഷാ സേനാംഗങ്ങളിൽ ഒരാൾ കൊല്ലപ്പെട്ടതായി ആഭ്യന്തര മന്ത്രാലയം പറഞ്ഞു.